നമ്മുടെ ചോറിനും അതുപോലെ തന്നെ നമ്മുടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനും ഒക്കെ കൂട്ടി കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി കോഴിമുട്ടക്കറി ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള വിഭവമാണ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. എല്ലാവർക്കും ലൈഫ് ഡയറീസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. നമുക്ക് ആദ്യം തന്നെ നമ്മുടെ വിഭവം ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് നോക്കാവേ. നമുക്ക് വളരെ കുറച്ച് സാധനങ്ങൾ മതി. നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, മുളക് പൊടി എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ആവശ്യത്തിന് കുറച്ച് വെളിച്ചെണ്ണ വേണം, അതുപോലെ പെരുംജീരകം വേണം, കുരുമുളക് പൊടി വേണം, അതുപോലെ തന്നെ നമുക്ക് പ്രധാനമായി വേണ്ടത് കോഴിമുട്ടയാണ്. ഇവിടെ 4 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് വേണം, അതുപോലെ തന്നെ മല്ലിപ്പൊടി വേണം, 3 വലിയ ഉള്ളി ഈ കാണുന്ന രൂപത്തിൽ അരിഞ്ഞ് ചെറുതാക്കി വെച്ചിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില, ഒരു 3 തക്കാളി ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ഒരു 4 പച്ചമുളക് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഈ കാണുന്നത് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി പേസ്റ്റ് രൂപത്തിലാക്കിയിട്ടുള്ളതാണ്. പിന്നെ കുറച്ച് ഗരം മസാല വേണം, പിന്നെ നമ്മുടെ കറാമ്പട്ട, അതുപോലെ തന്നെ കറാമ്പൂ, 1-2 ഏലക്കായ. നമുക്ക് ഈ കാണുന്ന സാധനങ്ങളാണ് നമ്മുടെ വിഭവം ഉണ്ടാക്കാൻ വേണ്ടത്. കുറച്ച് ചൂടുവെള്ളം കൂടി വേണം. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാവേ. നമ്മളിതാ കുക്കിംഗ് തുടങ്ങിയിട്ടുണ്ട്. ആദ്യം തന്നെ അടുപ്പത്തൊരു പാത്രം വെച്ച് ഒന്ന് ചൂടായതിനു ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. നമ്മുടെ പാത്രം നേരത്തെ തന്നെ വെച്ചത് കൊണ്ട് വെളിച്ചെണ്ണ പെട്ടെന്ന് തന്നെ ചൂടായിട്ടുണ്ട്. അതിൻ്റെ സൗണ്ടാണ് കേൾക്കുന്നത്. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള നമ്മുടെ കറാമ്പട്ടയും അതുപോലെ തന്നെ കറാമ്പൂവും ഏലക്കായും ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള കറാമ്പട്ടിയും കറാമ്പൂവും ഏലക്കായും ചേർത്ത് കൊടുത്ത് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ നമ്മുടെ പെരുംജീരകം ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് ഇതിൽ കിടന്ന് സെറ്റ് ആവണം. ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം. കുറച്ച് നേരം നമ്മളൊന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഗൈസ്, ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ നമ്മുടെ ചാനലിലെ വീഡിയോ ഒക്കെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതിവിടെ സെറ്റ് ആവുന്ന സമയത്ത് ഒന്ന് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്താനും ആരും മറക്കരുത്. ഇനി ഇത് സെറ്റായി വന്നതിന് ശേഷം ഒരു 2 മിനിറ്റ് അടുപ്പത്ത് ഇട്ട് സെറ്റാക്കിയതിന് ശേഷം നമ്മളെ ഉള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ വലിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞു വെച്ചത് 3 എണ്ണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഇളക്കുക. നല്ലതുപോലെ അടിപൊളിയായിട്ട് ഇളക്കി സെറ്റാക്കുക. ഇനി ഇതൊരു ബ്രൗൺ കളർ ആവുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഒരു 2-3 മിനിറ്റ് സമയമെടുക്കും ഇത് ബ്രൗൺ കളറാവാൻ. ഇത് ബ്രൗൺ കളറായിട്ടാണ് ഇനി നമ്മുടെ ബാക്കി പരിപാടി. അത്യാവശ്യം നല്ലപോലെ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇതുപോലെ ഇനിയും വേണം. പക്ഷേ ഈ ഒരു കളർ വരുന്നേരം നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി പേസ്റ്റ് രൂപത്തിലാക്കിയത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നല്ലപോലെ ഇളക്കി കൊടുക്കുക. നല്ലപോലെ ഇളക്കി കൊടുത്തിട്ട് വീണ്ടും ഇത് ഇപ്പോൾ നമ്മൾ വേവിക്കാൻ വെച്ച മാതിരി ഉള്ളി വീണ്ടും ബ്രൗൺ കളറാവാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യാം. ഗൈസ്, നമ്മുടെ ഉള്ളി ഇതാ അത്യാവശ്യം ഒരു ബ്രൗൺ കളറിലേക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് പോകാം. നമ്മൾ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുകയാണ്. ആദ്യം തന്നെ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ ആവശ്യത്തിന് എരിവിനനുസരിച്ചുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഗരം മസാല കുറച്ച് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ പൊടികളൊക്കെ ചേർത്തിട്ടുണ്ട്. ഇനി നല്ലതുപോലെ ഇത് ഇളക്കുക. നമ്മുടെ ഉള്ളിയായിട്ട് നമ്മുടെ പൊടികൾ നല്ലപോലെ പിടിക്കണം. ഈ പൊടിയിലേക്ക് പച്ച ആ ഒരു ടേസ്റ്റൊക്കെ ഒന്ന് പോയി സെറ്റ് ആവുന്ന വരെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ലതുപോലെ ഇളക്കി കൊടുക്കുമ്പോൾ ഏകദേശം ഈ ഒരു കളർ വരും. ഇനി കുറച്ച് നേരം നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക. ഇതൊന്ന് ഉള്ളിയായിട്ട് മിക്സായി സെറ്റ് ആവാൻ വേണ്ടി. ഇവിടെ സെറ്റായിട്ട് നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള നമ്മുടെ 3 തക്കാളികൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നമ്മൾ ചെറുതാക്കിയിട്ടാണ് തക്കാളി അരിഞ്ഞു വെച്ചിട്ടുള്ളത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അടുപ്പത്ത് കിടന്ന് നല്ല പോലെ ഒന്ന് ഒരു ഗ്രേവി രൂപത്തിലായിട്ട് വരണം തക്കാളി. അപ്പോൾ നമ്മൾ ഇളക്കുന്ന സമയത്ത് ലേശം ഒന്ന് അമർത്തി ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഒന്ന് ഗ്രേവി രൂപത്തിലായി കിട്ടും. നല്ലതുപോലെ നമ്മൾ ഇളക്കിയിട്ട് കുറച്ച് സമയം തക്കാളി ഒന്ന് ഇവിടെ വെക്കേണ്ടതുണ്ട്. ഒന്ന് വെയിറ്റ് ചെയ്യാം നമുക്ക്. എന്നിട്ട് ബാക്കി നോക്കാം. നമ്മുടെ തക്കാളി ഉള്ളിയും കൂടി നല്ല അടിപൊളിയായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇതേപോലെ ആയിട്ട് വരണം. അതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അധികം വെള്ളം വേണ്ട, കുറച്ച് വെള്ളം.
ചുടുവെള്ളമാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. അത് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ല പോലെ നമ്മുടെ തക്കാളി ഉള്ളിയോ ഒക്കെ കൂടി ചുടുവെള്ളത്തിൽ മിക്സ് ആകുന്ന രീതിയിൽ ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള പച്ചമുളക്, നമ്മൾ 4 പച്ചമുളകാണ് നടു ചീന്തി എടുത്തിട്ടുള്ളത്, അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള നമ്മുടെ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ലതുപോലെ ഇളക്കി സെറ്റാക്കിയതിന് ശേഷം നമ്മൾ ഇതൊന്ന് അടച്ചു വെക്കണം. ഇനി ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം, അതുവരെ നമുക്കിത് അടച്ചു വെക്കാം. വെള്ളമൊക്കെ നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട് നമ്മുടെ കറിയിൽ. അതിനുശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ച നമ്മുടെ 4 കോഴിമുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ കോഴിമുട്ട ചെറുതായിട്ട് വരട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, കത്തി ഉപയോഗിച്ചിട്ട് പെട്ടെന്ന് മസാല കോഴിമുട്ടയിലേക്ക് പിടിക്കുന്നതിന് വേണ്ടിയാണ്. എന്നിട്ട് നല്ല പോലെ നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ല അടിപൊളിയായിട്ട് ഇളക്കി കൊടുക്കുക. നമ്മുടെ മസാലയ്ക്ക് കോഴിമുട്ടേൻ്റെ എല്ലാ ഭാഗത്തും ആകുന്ന വിധത്തിൽ നല്ലപോലെ ഒന്ന് ഇളക്കി സെറ്റാക്കിയിട്ട് വീണ്ടും നമ്മൾ ഒരു 2 മിനിറ്റ് കൂടെ ഒന്ന് അടച്ചു വയ്ക്കുക. ഓക്കെ, നമ്മളൊരു 2 മിനിറ്റ് കൂടി അടുപ്പത്ത് വെച്ച് വേവിച്ചതിന് ശേഷം നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി ഈ കറി നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി ചോറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനോ ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം പറയാം. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.